ജസ്റ്റ് ഫോളോ യുവർ പാഷൻ. ഈ ഒരു സെന്റൻസ് കേൾക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല അല്ലെ? ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ ക്ലാസ് പോയാൽ, അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഒരു കോച്ചിങ് ക്ലാസ്സിന് പോയാലും, എവിടെ ചെന്നാലും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുക എന്ന്. പാഷൻ ഫോളോ ചെയ്യണമെന്ന ആഗ്രഹം നമ്മളിൽ പലർക്കും ഉണ്ട് എങ്കിലും സ്വന്തം പാഷൻ ഏതാണ്, എൻ്റെ അഭിനിവേശം അല്ലെ, എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിന് അർത്ഥം തരുന്ന മേഖല ഏതാണ് എന്ന് കണ്ടെത്താൻ നമ്മളിൽ പലർക്കും കഴിയാറില്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ പാഷൻ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നിങ്ങളുടെ പാഷൻ കണ്ടെത്തി അത് ഫോളോ ചെയ്യണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് എനിക്ക് സാധിക്കും, അല്ലെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് പറ്റും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിലേക്കുള്ള വഴി തുറന്നു കിട്ടുകയുള്ളൂ. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ആ റെസ്റ്റോറൻറ്റിന്റെ വാതിക്കൽ എത്തുമ്പോൾ, അല്ലെ റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്ത എനിക്ക് വിശക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ നല്ല ഫുഡുകളൊന്നും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഒന്നും കൊള്ളില്ല എന്ന ഉള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സീരീസ് ഓഫ് തോട്ട്സ് ആണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നതെങ്കിൽ ഒരിക്കലും അവിടെ നിന്ന് കിട്ടുന്ന ഫുഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു നല്ല ഫീഡ്ബാക്ക് പറയാനോ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് തന്നെയാണ് നമ്മുടെ ലൈഫിലെ നല്ല നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും നമ്മളെ പുറകോട്ട് വലിക്കുന്ന കാര്യം. പാഷൻ കണ്ടെത്തണമെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമുള്ള മേഖല ഏതാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കും എന്നുള്ള ഒരു റൈറ്റ് പേഴ്സ്പെക്റ്റീവിലൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് തീർച്ചയായും കണ്ടെത്താൻ സാധിക്കും. നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഉറച്ച തീരുമാനമെടുത്താൽ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഇരുന്ന് ചിന്തിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ ഒരല്പം സമയം എൻ്റെ ലൈഫിന് മീനിങ് തരുന്ന, അല്ലെങ്കിൽ എനിക്ക് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ടൊന്ന് തയ്യാറാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളിൽ പലരും എന്തെങ്കിലും ഒരു പാഷൻ, അല്ലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, ഞാൻ ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നാണ് പറയുന്നത് അല്ലെ. അവിടെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും പാഷൻ ഉണ്ട്, പക്ഷെ കണ്ടെത്താൻ കഴിയുന്നവർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാറുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, കണ്ടെത്താൻ നമുക്ക് ചിലരിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു ചേരും. ഇനി അതല്ല എങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒന്ന് അല്പം മെനക്കെടാനായിട്ട് തയ്യാറാവുക. ഒരല്പസമയം ഇരുന്നൊന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ഒരു തവണ ഇരുന്ന് ചിന്തിച്ചുകൊണ്ട് എൻ്റെ പാഷൻ എന്താണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പലപ്പോഴും കഴിയില്ല. അവിടെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ദിവസമാണെങ്കിലും ഒന്ന് ജേണൽ എഴുതുന്ന പോലെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളെ കുറിച്ച്, അല്ലെ നിങ്ങൾ ഇതുവരെ ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് കൂടുതൽ ആത്മസംതൃപ്തിയും അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടിയതെന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് എഴുതി വെക്കാൻ തയ്യാറാവുക. അതിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പലപ്പോഴും ഹോബീസും പാഷനും തമ്മിൽ ആളുകൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. ഹോബീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്രമവേളകൾ നമുക്കൊരു ആനന്ദകരമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ പാഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് മീനിങ് തരുന്ന, നമുക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ലൈഫിന് തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ നമ്മളുടെ പാഷൻ കണ്ടെത്തി അത് ഫോളോ ചെയ്യാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മളുടെ ലൈഫ് കൂടുതൽ സക്സസിലേക്ക് പോകും. നിങ്ങളുടെ ചുറ്റിനുമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന റോൾ മോഡൽസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഏത് വ്യക്തികളെ എടുത്തു നോക്കിക്കോ, അവരൊക്കെയും അവരുടെ പാഷൻ ഫോളോ ചെയ്യുന്ന വ്യക്തികൾ, അല്ലെ ചെയ്തിട്ട് ജീവിതത്തിൽ വിജയിച്ചവരായിരിക്കും. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യലിൽ വർക്ക് ചെയ്യാനും ഇഷ്ടത്തോടെ ചെയ്യാനും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനും സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തി, അല്ലെങ്കിൽ എഴുതി വെച്ചതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ലൈഫിന് മീനിങ് തരുന്ന ഒരു കാര്യം അതിൽ കാണും. അതേതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതിനുശേഷം ആ ഒരു കാര്യത്തോടുള്ള നിങ്ങളുടെ ഓരോ തവണ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നന്നായിട്ട് ബേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പാചകം ചെയ്യുന്നതൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് നിങ്ങൾ നിൽക്കുന്ന ഒരു വ്യക്തി, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ തരുന്നത് പുതിയ പുതിയ ഡിഷുകൾ പരീക്ഷിക്കുക, അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് അവിടെ ഉറപ്പാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് ബേക്കിംഗ് ആണ്. ഇനി അത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ ആ പാഷനിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ പാഷനിലൂടെ എൻ്റെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എങ്കിൽ നിങ്ങൾ കണ്ടെത്തിയ ആ ഏറ്റവും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യത്തെ എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ
നിങ്ങൾക്ക് ഒരു ഏണിങ് കിട്ടുന്ന രീതിയിൽ, അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പാഷൻ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫും മുമ്പോട്ട് പോകില്ല അല്ലെ. നമുക്ക് അതിൽ നിന്നൊരു ഏണിങ്സ് അല്ല നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ബേക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിലിപ്പോൾ കേക്ക് മേക്കിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ. അപ്പൊ എന്താണോ നമ്മളുടെ പാഷൻ എന്ന് അതിനെ നമ്മൾ നമ്മളുടെ ലൈഫുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് ബോണ്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വിജയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് ഇറങ്ങിയാൽ നമ്മളുടെ കൂടെയുള്ളവര്, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ എന്തു പറയും. കാരണം ചിലപ്പോൾ ചില വ്യക്തികൾക്ക് നല്ല പ്രൊഫഷൻ ഉള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള ഒരു വ്യക്തി അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മളുടെ ഇഷ്ടത്തിന്റെ പുറകെ, നമ്മുടെ അഭിനിവേശത്തിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ സൊസൈറ്റി എന്തു പറയും എന്നുള്ള ഭയം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കണ്ടെത്താനോ ഫോളോ ചെയ്യാനോ ലൈഫിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്താനോ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ആയിട്ട് വിജയിക്കാനോ സാധിക്കില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ, അല്ലെ അവരുടെ ഭയം, അവരെ കുറിച്ച് നമുക്കുള്ള ഭയമൊക്കെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടന്നാൽ നമുക്ക് നമ്മുടെ പാഷൻ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് എന്തു പറയും അല്ലെങ്കിൽ അവരെ കുറിച്ച് നമുക്കുള്ള ആ ഒരു ഭയം നമ്മൾ ഒഴിവാക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളുടെ ലൈഫിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ, നമ്മുടെ പാഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വരാനായിട്ട് കൂടെ ഒരു ഡിസിഷൻ എടുത്തെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് നമുക്ക് ഇറങ്ങാൻ സാധിക്കൂ. പലപ്പോഴും നമ്മളൊക്കെയും ആയിരിക്കുന്ന ആ ഒരു മേഖലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ, അങ്ങനെ അങ്ങ് വലിയ സംതൃപ്തിയൊന്നും ലൈഫിൽ ഇല്ല എങ്കിലും ഇങ്ങനെ അങ്ങ് ഓരോ ദിവസവും പോകട്ടെ എന്നാണ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാട്. അല്ലെ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ പുറത്തു കഴിഞ്ഞ് കുറച്ച് റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായെങ്കിൽ മാത്രമേ ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം തരുന്ന മേഖലയിലേക്ക് ഇറങ്ങാനായിട്ട് അത് നമ്മളെ സഹായിക്കുകയുള്ളൂ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.